എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളിൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എങ്ങനെയാണ് പാസ്വേഡ് നിങ്ങൾക്ക് ഫോർഗോട്ട് ചെയ്തെടുക്കുക. പാസ്വേഡ് മറന്നു പോയിട്ടുണ്ട്, എങ്ങനെയാണ് പാസ്വേഡ് ഫോർഗോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ചലാൻ നമ്പർ, അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ എന്നിവയൊക്കെ എങ്ങനെയാണ് റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളതും, അതുപോലെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതും, അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ആയിട്ടില്ല, അപ്പോൾ അതെന്തുകൊണ്ടാണ് കുറേ ദിവസമായി അപ്ലൈ ചെയ്തിട്ട് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡൗട്ട്സ് ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ അപേക്ഷകൾ 1 by 1 ആയിട്ടാണ് LBS സെൻറ്ററിൽ നിന്നും അവിടുത്തെ സ്റ്റാഫ്സ് ചെക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ വിദ്യാർത്ഥിയും അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻ്റ് ഡീറ്റെയിൽസുകൾ ഇവയൊക്കെ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യും. അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും എറർ ഉണ്ടെങ്കിൽ ആ ഒരു എറർ പരിഹരിക്കുന്നതിനായിട്ട് ആ ഒരു റിമാർക്സ് ആയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഹോം പേജിൽ നിങ്ങൾക്ക് അത് ജസ്റ്റ് അവിടെ കാണിക്കും എന്താണ് അതിൽ തെറ്റായിട്ടുള്ളത് എന്നുള്ള കാര്യം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ഒക്കെ കറക്റ്റാണോ എന്നുള്ളതൊക്കെ പരിശോധിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ റിമാർക്സ് ആയിട്ട് നിങ്ങളുടെ അപേക്ഷയുടെ ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ സ്റ്റാറ്റസ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കുന്ന ഭാഗത്ത് ആ ഒരു പേജിന് താഴെയായിട്ട് നൽകുകയാണ് ചെയ്യുക. എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ അത് നൽകുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു പേജിൽ തന്നെ കറക്റ്റായിട്ട് ഉണ്ടാകുന്നതാണ് ആ ഒരു കാര്യങ്ങൾ. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലേറ്റ് ആവാൻ നിങ്ങളുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ജൂൺ 26-ാം തീയതി വരെയാണ് ഈ ഒരു വെരിഫിക്കേഷൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വെരിഫിക്കേഷൻ അതിന് മുൻപേ തന്നെ നിങ്ങളുടെ ഇത് കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ വെരിഫിക്കേഷൻ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത്, എങ്ങനെയാണ് ആ ഒരു പേജിൽ കാണുക എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് പ്രൊവിഷണലി എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനു മുൻപായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നോക്കുന്ന സമയത്ത് ആപ്ലിക്കേഷൻ നോട്ട് ആക്സെപ്റ്റഡ് അല്ലെങ്കിൽ നോട്ട് വെരിഫൈഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. ആപ്ലിക്കേഷൻ നോട്ട് വെരിഫൈഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് പ്രൊവിഷണലി എന്നും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ല, വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ നോട്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ നോട്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് പ്രൊവിഷണലി നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു വെരിഫിക്കേഷൻ എങ്ങനെ ആയി എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. സൈഡിലായിട്ടുള്ള 3 ലൈൻസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങോട്ടേക്ക് നീങ്ങും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ എന്നുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ബട്ടണിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, അതിനുശേഷം വെരിഫൈ ചെയ്യുക. വെരിഫൈ എന്നുള്ള ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങളുടെ രജിസ്റ്റർ ID രജിസ്റ്റർ നമ്പർ ചോദിക്കും. അപ്പോൾ ആ രജിസ്റ്റർ നമ്പറും അതിനുശേഷം പിന്നീട് പാസ്വേഡ് നൽകുക. പാസ്വേഡ് നൽകിയ ശേഷം സൈൻ ഇൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ നോട്ട് കംപ്ലീറ്റഡ് എന്നാണെങ്കിൽ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. അതുപോലെ തന്നെ പച്ച കളറിൽ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് പ്രൊവിഷണലി എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഡേറ്റ് കഴിഞ്ഞതാണോ, ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കറക്റ്റായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവിടെ റിമാർക്സ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് പിന്നീട് ആ ഒരു ഡോക്യുമെൻറ്റുകൾ നിങ്ങൾക്ക് പിന്നീട് പുതിയ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് നൽകുന്നതിനായിട്ടുള്ള അവസരം നൽകുന്നതാണ്. അപ്പോൾ ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഓപ്ഷനുണ്ട്. അത് പല വിദ്യാർത്ഥികളും ചോദിച്ച കാര്യമാണ്. പാസ്വേഡ് മറന്നുപോയി, അപ്പോൾ എങ്ങനെയാണ് അത് ഫോർഗട്ട് ചെയ്തെടുക്കുക എന്നുള്ളത്, തിരിച്ച് റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റിക്കവർ ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. സൈഡിലായിട്ട് ഇവിടെ ഫോർഗോട്ട് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു പേജിലേക്ക് തന്നെയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പലരും എങ്ങനെയാണ് ഈ ഒരു
ഫോർഗോട്ട് ആപ്ലിക്കേഷൻ ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒരു ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതായത് പാസ്വേഡ് മറന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കൊടുക്കുക. അതിനുശേഷം വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത ശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകുക. രജിസ്റ്റർ നമ്പർ നൽകിയ ശേഷമാണ് ഈ ഒരു ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു മുൻപ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ജസ്റ്റ് ആ ഒരു പേജ് ലോഡായിട്ട് ഈ ഒരു പേജിലേക്ക് തന്നെയാണ് വരിക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, വെരിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകുക. അതിനുശേഷം പാസ്വേഡ് അറിയാത്തതുകൊണ്ട് ഫോർഗോട്ട് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ആദ്യം ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പിന്നീട് വെരിഫൈ ചെയ്യുക. വെരിഫൈ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു രജിസ്റ്റർ നമ്പറും പാസ്വേഡ് നൽകാനുള്ള ആ ഒരു കോളം വരും, ടെക്സ്റ്റ് ബോക്സ് വരും. അപ്പോൾ അതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. പാസ്വേഡ് അറിയാത്തതുകൊണ്ട് ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ സെക്യൂരിറ്റി കോഡ്, അതായത് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ അതിൽ ചോദിക്കുന്ന ആ ഒരു ഡീറ്റെയിൽസ് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിലിലേക്കോ അല്ലെങ്കിൽ ഫോണിലേക്കോ നിങ്ങൾക്ക് ഈ ഒരു പാസ്വേഡ് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു ഓപ്ഷൻസ് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് പാസ്വേഡ് റീസെറ്റ് ഒന്നും ചെയ്തിട്ടില്ല. എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു ഫോർഗോട്ട് പാസ്വേഡ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞു തന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി സ്ക്രീനിൽ കാണുന്ന രീതിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, പല വിദ്യാർത്ഥികളും ചോദിച്ച കാര്യമാണ് ആപ്ലിക്കേഷൻ്റെ ആ ഒരു, അതായത് ചലാൻ നമ്പർ അതുപോലെ തന്നെ രജിസ്റ്റർ ഐ ഡി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ, ആപ്ലിക്കേഷൻ നമ്പർ എന്നിവയൊക്കെ ഇങ്ങനെ റിക്കവർ ചെയ്തെടുക്കാമെന്നുള്ളത്. സൈഡിലായിട്ട് നിങ്ങൾക്ക്, അതായത് ഈ ഒരു സ്ക്രീനിൽ തന്നെ സൈഡിലായിട്ടുള്ള ആ ഒരു നേരത്തെ കണ്ട ആ ഒരു പേജിൽ തന്നെ ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്നുള്ളൊരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്റ്റർ ഐ ഡി, ചലാൻ നമ്പർ, റിക്കവറി എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ, അതായത് അപേക്ഷ നൽകുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറാണ് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപേക്ഷ നൽകുമ്പോൾ നൽകിയ ഇമെയിൽ ഐ ഡിയാണ് ഇവിടെ നൽകേണ്ടത്. എന്നിവ നൽകി നിങ്ങൾ റിക്കവർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ ആ ഒരു രജിസ്റ്റർ ഐ ഡിയും ചലാൻ നമ്പറും റിക്കവറി ആയിട്ട് ഇവിടെ താഴെയായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു താഴെ ഭാഗത്ത് ഇവിടെ യുവർ ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്റ്റർ ഐ ഡി, ചലാൻ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് താഴെ ജസ്റ്റ് അത് ലിസ്റ്റഡ് ആയിട്ട് വരുന്നതാണ്. ഈ ഒരു നൽകിയ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഈ ഒരു ഡീറ്റെയിൽസ് റിക്കവർ ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു അപേക്ഷ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് കൊണ്ട്, അത് ലാസ്റ്റ് ഡേറ്റ് ഈ ഒരു, അതായത് ഓൺലൈനായിട്ട് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചലാൻ ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാനോ ഉള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ജൂൺ 12-ാം തീയതി വരെയാണ്. അപ്പോൾ ജൂൺ 15-ാം തീയതി വരെ നിങ്ങൾക്ക് ഇതുവരെ അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കംപ്ലീറ്റും ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകിയ ശേഷം അത് ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം പിന്നീട് ചലാൻ വഴി, അതായത് ഇവിടെ ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ എന്നിവ നൽകി പ്രൊസീഡ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചലാൻ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ശാഖ വഴിയോ, അതായത് ആ ഒരു ഫീസായിട്ടുള്ള 800 രൂപയോ അല്ലെങ്കിൽ SC/ST കാറ്റഗറി ആണെങ്കിൽ 400 രൂപയോ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ, അതായത് 12-ാം തീയതിക്കകം അപേക്ഷയ്ക്കുള്ള ഫീസ് അടക്കുകയും അതിനുശേഷം 15-ാം തീയതിക്കകം അപേക്ഷ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റും അതുപോലെ ഓപ്ഷൻ നൽകേണ്ടതും എപ്പോഴാണ് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകേണ്ട ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക്, അതായത് അത് കറക്റ്റായിട്ട് ഈ ഒരു ഷെഡ്യൂളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. നിങ്ങൾ ഹോം സ്ക്രീനിൽ വരിക. അപ്പോൾ ഇതിന് താഴെയായിട്ട് തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്, അതായത് ഇവിടെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്, അതായത് ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കറക്റ്റായിട്ട് ഓരോ അലോട്ട്മെൻറ്റിൻ്റെ ഓരോ സ്റ്റെപ്സും, അതായത് എപ്പോഴാണ് റാങ്ക് ലിസ്റ്റ് വരിക, അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പരിശോധിച്ച് വെരിഫിക്കേഷൻ ചെയ്ത ഇതിൻ്റെ ആ ഒരു ഡാറ്റ എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്നിങ്ങനെയുള്ള
ഫുൾ ഡീറ്റെയിൽസും ഇതിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അപേക്ഷയിൽ തെറ്റുണ്ടെങ്കിൽ ജൂലൈ 2 വരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. തെറ്റുകൾ എന്താണോ അത് കറക്റ്റായിട്ട് നിങ്ങൾ അത് വെബ്സൈറ്റ് വഴി അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ റാങ്ക് ലിസ്റ്റ്, പ്രൊഫഷണൽ ലിസ്റ്റും ഫൈനൽ റാങ്ക് ലിസ്റ്റും എപ്പോഴാണ് വരുന്നത് എന്നിങ്ങനെയുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ജൂലൈ 10 മുതലാണ്. പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും ഫൈനൽ റാങ്ക് ലിസ്റ്റും ഈ ഒരു ജൂലൈ 8, 10 തീയതികളിലായിട്ടാണ് വരുന്നത്. അതുപോലെ നിങ്ങളുടെ ഈ ഒരു പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡാറ്റ വെരിഫിക്കേഷൻ ചെയ്ത ശേഷം പ്രസിദ്ധീകരിക്കുന്നത് 26-നാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റ്, എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തിയ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനായിട്ടുള്ള അവസരം ഈ ഒരു ജൂലൈ 2-ാം തീയതി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ഇപ്പോൾ ആയിട്ടില്ല എന്ന് കരുതി പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് ലോഗിൻ ചെയ്ത് ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് വെരിഫൈഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ